നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും, നീ മതി എന്നേശുവേ. നീ മാത്രമെൻ തണലെന്നും, നീ മതി എന്നേശുവേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. ഇങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു എന്ന വാക്കാണ്. ഈ വാക്യത്തിനുള്ളിൽ ഞാൻ ഓർപ്പിക്കുന്നത് ഭക്തന് ദൈവം നൽകുന്ന ദീർഘായുസിനെ കുറിച്ചാണ്. ആയുസ്സിനെ നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈ വാക്യം ഓർപ്പിക്കുക തന്നെയാണ്. ഒരു മനുഷ്യന് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. എഫെസ് ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പന ആകുന്നു. അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്നത് ഒരു ന്യായമാണെന്നും അത് നമുക്ക് നന്മയ്ക്ക് കാരണമാകുന്നു എന്നും അത് നമുക്ക് ദീർഘായുസ്സിന് കാരണമാകുന്നു എന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. 91-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം വായിക്കുമ്പോഴും പറയുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ആർക്കാണ് ദൈവം ദീർഘായുസ് നൽകുമെന്ന് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ എല്ലാ മേഖലകളിൽ നിന്നും വിടുവിപ്പാനും ഞാൻ നിന്നെ അനുഗ്രഹിപ്പാനും ഇടയായിത്തീരും. അതിനായിട്ട് നീ എന്നോട് പറ്റിയിരിക്കുവാനും എൻ്റെ നാമത്തെ അറിയുവാനും എന്നെ വിളിച്ചപേക്ഷിക്കുവാനും എന്നോട് കൂടെ ഇരിപ്പാനും ഒക്കെ മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ദീർഘായുസ് തന്ന്, ഞാൻ നിനക്ക് തൃപ്തി തന്ന്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ആഴമായ സെൻറ്റൻസാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ ദീർഘായുസ്, ആ തൃപ്തിയുള്ള ജീവിതം, ആ നന്മകൾ, ആ അനുഗ്രഹങ്ങൾ ഒക്കെ അനുഭവിക്കാൻ കഴിയേണ്ടതിന് നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആ നിലകളിൽ നമ്മുടെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നവരുമായി തീരുവാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിപ്പാനും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാനും ആ തലത്തിൽ ദീർഘായുസ്സും അനുഗ്രഹവും ഉള്ളവരായി തീരുവാനും നമുക്ക് തലമുറയായി അവരെയും അവരുടെ നന്മകളെയും ഉയർച്ചകളെയും കാണുവാനുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കോരോ ദിവസങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ ജീവിതകാലം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ,
ദൈവം ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന ഈ ആയുസ് ഞങ്ങൾക്ക് തികയ്ക്കുവാൻ കഴിയേണ്ടതിന് ഞങ്ങൾ ദീർഘായുസുള്ളവരും ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ നന്മ അനുഭവിക്കുന്നവരുമായി തീരേണ്ടതിന് ഞങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിപ്പാൻ, അനുസരിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹവലയത്തിനകത്ത് ഞങ്ങൾക്കിരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും ഞങ്ങൾക്ക് അനുഭവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഒരു ഭക്തനെ പോലെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.